വളരെ സൗമ്യനും ശാന്തശീലനുമായ ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സേവനം നാടിനും സഹപ്രവർത്തകർക്കും ജനങ്ങൾക്കും വളരെയധികം പ്രയോജനപ്പെട്ടിരുന്നു. രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ആരോപണം ഉന്നയിക്കുന്നവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ബഹുമാനായ ശ്രീ ഇബ്രാഹിമിന്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൽ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ പണിതീർത്തത് 245ഓളം വലിയ പാലങ്ങളാണ്. നിർഭാഗ്യകരമായ സംഗതി, ഒരു പാലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് വസ്തുതാപരമല്ലെങ്കിൽ പോലും അത്തരം ആക്ഷേപങ്ങളാണ് ശ്രീ ഇബ്രാഹിമിൻ്റെ ആരോഗ്യത്തെ പോലും ബാധിച്ചത്. അപ്പോഴും ഒരു പരിഭവവും പരാതിയില്ലാതെ പൊതുപ്രവർത്തനത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാത്രമല്ല, നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഐക്യജനാധിപത്യ മുന്നണിക്കും അദ്ദേഹത്തിൻ്റെ സേവനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് തന്നെ വലിയ സ്നേഹബന്ധവും സുഹൃത്ത് ബന്ധവും വെച്ച് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സുഹൃത്ത്, നല്ലൊരു പൊതുപ്രവർത്തകൻ. ഇബ്രാഹിമിൻ്റെ കയ്യിൽ നിന്നും സഹായം ലഭിക്കാത്ത വളരെ അപൂർവം പേര് മാത്രം അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ട്. ഏത് വേദനിക്കുന്നതിൻ്റെ മുന്നിലും സഹായിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ ഇബ്രാഹിമിന്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട്, സമൂഹത്തിനോട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു.